വെൽക്കം ബാക്ക് ടു സെലീലോ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഞാൻ സുഖമായിട്ടിരിക്കുന്നു, ജീച്ചാൻ US-ലും സുഖമായിട്ടിരിക്കുന്നു, പിള്ളേർ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്നാണ് എൻഗേജ്മെൻറ്റ് ഡേ. രാവിലെ ഇപ്പം 5:45 ഞങ്ങൾ ഇറങ്ങാനാ വണ്ടി വെയിറ്റ് ചെയ്യുക. ഇന്ന് നേരത്തെ എണ്ണിട്ട് 3:30 ആയപ്പോൾ എണ്ണിട്ടിട്ട് റെഡിയായി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. സാരി ഉടുത്തു. എൻ്റെ ഡാഡിയുടെ ബ്രദറിൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട്, വെഞ്ഞാറമൂട്ടിൽ. അപ്പം ആക്ച്വലി അവർ ജർമ്മനിയില്ല, പക്ഷേ അവർ വെക്കേഷന് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിൽ കയറും. പിന്നെ ഏനാത്ത് ജീച്ചാൻ്റെ വീട്ടിലൂടെ കയറിയിട്ട് ആണ് നമ്മൾ എൻഗേജിന് പോകുന്നത്. അത് ഇത്രയും നേരത്തെ ഇറങ്ങുന്നത്. അതിനായിട്ട് റെഡിയായി. വണ്ടി വന്നു. ആൻറ്റിയൊക്കെ പിന്നെ വരും എൻഗേജ്മെൻറ്റ്. അങ്ങനെ ഞങ്ങൾ വെഞ്ഞാറമൂട്ടിൽ അടുക്കാറായി. ഇതാണ് ഞാൻ +2 പഠിച്ച സ്കൂള്. ഞാൻ ഇവിടെയാ പഠിച്ചതാ. ഓ, ഇവിടെയാണോ പഠിച്ചത്? ഓ, എൻ്റെ സീനിയറാണ്. എനിക്ക് പറങ്ങാണ്ടിക്കറി കഴിക്കണോ? ഇവിടെ ഞാൻ കുറേ നാൾ നിന്നതാണ്. മമ്മിയും ഡാഡിയൊക്കെ അങ്ങ് പോയപ്പം ഇവിടെ നിന്നായിരുന്നു. സർപ്രൈസ് ആയില്ലേ ഞാൻ വന്ന്? അപ്പൊ ഡാഡി പൊട്ടിച്ചതാ. ആ, അതാരാ? അങ്ങനെ ഞങ്ങൾ വെഞ്ഞാറമൂട്ടിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകാം. ഏത് ആര്യാസാണോ? പൂർണ്ണപ്രകാശ്. ഞാനായിട്ട് കയറി പൂർണ്ണപ്രകാശ് എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിലോട്ട്. ഞങ്ങൾ വെജ് മതി എന്ന് പറഞ്ഞു. മമ്മിക്കൊക്കെ മസാല ദോശ കഴിക്കാൻ ആഗ്രഹം. ഇന്നലെ ഞാൻ മസാല ദോശ കഴിച്ചുകൊണ്ട് മസാല ദോശ വേണോ അതോ വേറെ? മസാല ദോശ ഇട്ടിട്ട് നല്ല രസമുണ്ട്. എന്നാൽ പിന്നെ അവിടെ നിന്ന് തരാം. നെയ് റോസ്റ്റ് കഴിപ്പെല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങി. നല്ല ഫുഡായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ ഏനാത്തോട്ട് പോവാം, ചീച്ചാൻ്റെ വീട്ടിലോട്ട്. അല്ല തന്നെ ഉള്ളൂ. അങ്ങനെ ജീജാൻ്റെ വീട്ടിൽ നിന്ന് ഏനാത്തുനിന്ന് ഇറങ്ങി. പപ്പയും മമ്മിയൊക്കെ ഒരു 2 വർഷത്തിന് ശേഷമായിട്ടാണ് കാണുന്നത്. എൻഗേജ്മെൻറ്റിന് പപ്പയും മമ്മിയൊക്കെ അവിടുന്ന് ഡയറക്റ്റായിട്ട് ഹാളിലോട്ട് വരത്തേ ഉള്ളൂ. മമ്മിയുടെ വീട് പറക്കോടാണ്. ഇവിടുന്ന് അതായത് ഏനാത്തുനിന്ന് ഒരു 10-15 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ. ഞാൻ കല്യാണ ഉറപ്പിന് പോകുന്ന മമ്മിയുടെ ഏറ്റവും ഇളയ ബ്രദറിൻ്റെ മോളുടെ കല്യാണത്തിന് വേണ്ടിയാണ് പോകുന്നത്. അപ്പം മോനച്ചാച്ചൻ എന്ന് പറയുന്നത് എൻ്റെ മമ്മിയുടെ ഏറ്റവും ഇളയ ബ്രദറിനെ ഞാൻ വിളിക്കുന്ന മോനച്ചാച്ചൻ. അപ്പം മോനച്ചാച്ചൻ കല്യാണം വിളിക്കുന്ന സമയത്ത് ഞാൻ മിക്കവാറും വരത്തില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഞാൻ സർപ്രൈസായിട്ട് വരാമെന്ന് കരുതി 1-2 പേരോട് ഞാൻ പറഞ്ഞിരുന്നു. അമ്മൂനൊരു ബ്രദറുണ്ട്, അവനോട് ഞാൻ പറഞ്ഞായിരുന്നു വരുന്നുണ്ടെന്നുള്ള കാര്യം. എന്ന് വെച്ചാൽ ആരെങ്കിലും അറിഞ്ഞിരിക്കണമല്ലോ. ഇപ്പം കാണുന്ന മനോജ് അങ്കിള്, അതെ, മനോജ് അങ്കിളിനും കുഞ്ഞമ്മയ്ക്കും, ഞാൻ മമ്മിയുടെ സിസ്റ്ററിനെ വിളിക്കുന്ന കുഞ്ഞമ്മ എന്നാട്ടോ. അവർക്ക് 2 പേർക്കും ഞങ്ങളുടെ കല്യാണത്തിൽ വലിയൊരു പങ്കുണ്ട്. അത് ഞാൻ പിന്നെ ഒരു അവസരം കിട്ടുമ്പോൾ പറയാം. ഇപ്പം ഡാഡിയുടെ അടുത്ത് നിൽക്കുന്നതാണ് മോനച്ചാച്ചൻ, അതായത് മമ്മിയുടെ ഏറ്റവും ഇളയ ബ്രദറ്, അതായത് കല്യാണ പെണ്ണിൻ്റെ അപ്പൻ. ഞാൻ ഈ വീഡിയോ നല്ല വൃത്തിയായിട്ട് എടുക്കണമെന്ന് നല്ല ആഗ്രഹിച്ചൊക്കെയാണ് വീഡിയോ എടുത്തത്. പക്ഷേ മൈക്കും ചതിച്ചു. അതുകൂടാതെ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണോ എന്തോ പലരുടെയും വീഡിയോ എടുത്തതിൽ എനിക്ക് തലയില്ല, ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അതൊക്കെ നിങ്ങളൊന്ന് ഇഗ്നോർ ചെയ്തേക്കണം കേട്ടോ. ഇപ്പം മമ്മിയുടെ അടുത്ത് നിൽക്കുന്നതാണ് മമ്മിയുടെ സിസ്റ്റർ, അതായത് എൻ്റെ കുഞ്ഞമ്മ. ഞാൻ കുഞ്ഞമ്മയെന്നാണ് വിളിക്കുന്നത്. അവർ ബാംഗ്ലൂരിലാണ്. മോനച്ചാച്ചനൊക്കെ ഡ്രസ്സിനെ കുറിച്ചാണ് പറയുന്നത്. വീഡിയോ എടുക്കുമെന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നല്ലോ, അപ്പോൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സൊന്നും അല്ല ഇട്ടേക്കുന്നതെന്നൊക്കെ പറയുക. ഇതെന്ന് പറയുന്നത് എൻ്റെ കസിൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. അപ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു രാവിലെ, ഇടിയപ്പവും സ്റ്റൂ ഒക്കെ. പക്ഷെ ഞങ്ങൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വന്നതുകൊണ്ട് ഞാൻ കഴിച്ചില്ല കേട്ടോ. മോനച്ചാച്ചൻ്റെ വീടാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് മമ്മിയുടെ വേറൊരു ബ്രദർ ഉള്ളത്.
അപ്പം അതൊരു മതിലിൻ്റെ വ്യത്യാസമാണ്, അപ്പുറത്തും ഇപ്പുറത്തുമാണ്. അടുത്ത ബ്രദറിൻ്റെ വീട്ടിൽ വന്നതാണ്. അവിടെ ഇതേ അവസ്ഥ തന്നെ, എല്ലാവരും എണ്ണീറ്റ് വരുന്നതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം വീട്ടിൽ അവിടെ ഇവിടെ ഒന്നും ഒരു മനുഷ്യനെയും കാണാനില്ലായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാവരെയും ഇങ്ങനെ തപ്പി നടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് റെസ്റ്റൊക്കെ ഒന്ന് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ജിജി ആൻറ്റി ഒക്കെ, അതായത് ഇത് കല്യാണ പെണ്ണിൻ്റെ അമ്മയാണ്. ഇത് മുന്നത്തെ വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതാണ് നമ്മുടെ താരം അമ്മു, ഗ്ലിൻഡ എന്ന ഒഫീഷ്യൽ നെയിം. അമ്മു നല്ല സുന്ദരി കുട്ടിയായിട്ട് വന്നായിരുന്നു. ഈ ഭാഗത്തൊന്നും എനിക്ക് ഞാൻ എന്തൊക്കെയോ പറയുന്നു, വീഡിയോ എടുക്കുന്നതൊക്കെ ഉണ്ട്, പക്ഷെ ഈ ഭാഗത്തുള്ള ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അല്ല, നിങ്ങൾ തമ്മിൽ പിന്നെയും കാണാറുണ്ട്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഫോട്ടോ സെഷൻ ഇല്ല, എൻ്റെ ആൻറ്റിമാരാ. ഇത് കല്യാണ പെണ്ണിൻ്റെ മമ്മി. ഇതാള് പോയില്ല, നേരത്തെ കണ്ട ആളാണോ ഇത്? സുന്ദരനായിട്ടുണ്ട്. അല്ല ഞാൻ ഇങ്ങനെ സൗണ്ട് ഇല്ലാതെ വരാൻ നോക്കിയതാ. ആരാന്നറിയാവോ? തിത്ത ചേച്ചി മതി. എല്ലാവരും ഓരോരോ പരിപാടികളായിട്ട്. ഇതെൻ്റെ ഒരു കസിൻ്റെ മോള്. ആരാ ഇതില് ഈ കോൺഫിഡൻസ് തോന്നിന്ന് പറഞ്ഞ ആരാന്ന് പറഞ്ഞോണ്ടാ? ഇവര് രണ്ടുപേരും മമ്മിയും സഹോദരനും പറഞ്ഞ് മാച്ചിങ് ആയിട്ട് ഇട്ടോണ്ട് വന്നത് പോലെ. ആരും പറഞ്ഞില്ല. ഫോട്ടോ എടുക്കുന്നു. ഇവിടെ വെച്ചായിരുന്നു ഞങ്ങളുടെ കല്യാണം, എൻ്റെയും ചേച്ചാൻ്റെ കല്യാണം. എന്നിട്ട് ഇവിടുത്തെ ഈ ഹാളിൽ തന്നെയായിരുന്നു റിസപ്ഷൻ. ഇങ്ങനെ വൈൻഡപ്പ് ചെയ്തു ഇന്നത്തെ എൻഗേജ്മെന്റ് പരിപാടി. ഇനി എല്ലാവരും രണ്ട് വാക്ക് പറയാം. അമ്മൂന്റെ കല്യാണമാണ്. അത് അവിടുന്ന് പോയി. അങ്ങനെ എൻഗേജ്മെന്റ് എല്ലാം കഴിഞ്ഞു വൈൻഡപ്പ് ചെയ്തു. ഈ കാണുന്ന പള്ളിയിലായിരുന്നു എൻ്റെ ജീച്ചാൻ്റെ കല്യാണം. ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ റിസപ്ഷനും. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻഗേജ്മെന്റ് അല്ലായിരുന്നു, കല്യാണം. ഒരു റീൽ എടുക്കുന്നതിന്റെ രോദനമാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ എൻഗേജ്മെന്റ് എല്ലാം കഴിഞ്ഞു. നല്ല രസമായിരുന്നു, നല്ല ഫണ്ണായിരുന്നു. എല്ലാവരും കൂടി എൻജോയ് ചെയ്തു. പിന്നെ കുറച്ച് റീലുകളൊക്കെ ഞങ്ങളിങ്ങനെ എടുത്തു. അതിൻ്റെ പിന്നെ സംസാരം ബഹളം അങ്ങനെ എന്തായാലും കഴിഞ്ഞു. ഇതായിരുന്നു ഇന്നത്തെ ലോഗ്. ഒത്തിരി എൻജോയ് ചെയ്തു. കുറേ നാളിന് ശേഷം കസിൻസിനെയൊക്കെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായിരുന്നു. പിന്നെ കുറേ വീട്ടുകാരെ കണ്ടു. എല്ലാവരെയും നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ എല്ലാവരെയും കണ്ട് സന്തോഷമായി. ഇനിയിപ്പം കല്യാണം. അപ്പം നാളെ ഇനിയും അമ്മച്ചിയുടെയൊക്കെ ഓർമ്മ ദിവസമായിട്ട് പ്രാർത്ഥന വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പള്ളിയിൽ പോകണം. അതുകൊണ്ട് ഞാൻ ഇന്നും കൂടി ഇവിടെ നിൽക്കും. നാളെ മിക്കവാറും അതിനകത്ത് പോകും.
അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാനിപ്പോൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. ഇനി എന്തെങ്കിലും നടക്കുമോ ഇല്ല എന്നൊന്നും അറിയത്തില്ല. ഇനിയിപ്പോൾ ഡിന്നർ കഴിക്കാനായിട്ട് പോവാം. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയിലൂടെ കാണുമ്പോഴേക്കും ബൈ.